റെഡ്മി 13 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 13 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മുന്നിൽ ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ റെഡ്മി 12 4Gയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഫോണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരിക ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും. ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G91 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ വന്നേക്കാം. ഇപ്പം റെഡ്മി 12 4G എന്ന ഫോണിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇത് ചെറിയൊരു അപ്ഗ്രേഡ് ആണ് എന്ന് പറയാവുന്നതാണ്. ഭയങ്കര വലിയ അപ്ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു അപ്ഗ്രേഡ് മാത്രമാണ്. പിന്നെ 5G സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ട് ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. അതുപോലെ തന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പർഓയസ് സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. അപ്പോൾ റെൻഡേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കാണിക്കുന്നത്. ഇതിൽ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. രണ്ടാമത്തെ സെൻസറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഇത് 2 മെഗാ പിക്സൽ ഒരു സെൻസർ ആയേക്കാം. ചിലപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5030 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. റെഡ്മി 12 4Gയിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇത് ഒരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയായിരിക്കും. ഇതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പ്രൈസിങ്ങിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ 199 യൂറോസ് എന്ന പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിന്റെ വില ഇത്രയും കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 10,000 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഓൾറെഡി റെഡ്മി 12 4G എന്ന ഫോണൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സക്സസറായിട്ട് ഈ ഫോൺ വരുന്നതായിരിക്കും. എന്തായാലും റെഡ്മി 13 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.